നമസ്കാരം. വീണ്ടും ഫെബ്രുവരി 21 ചർച്ചകൾ തന്നെയാണ്. അധികാര സമൂഹം അന്ധന്മാരാണോ? ആരോഗ്യമേഖല ചൂഷണത്തിന് വേണ്ടി മാത്രമാണോ? ആലോചിച്ച് നോക്കുക. ആരോഗ്യമേഖലയിൽ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഒരു രീതിയിലുള്ള വളർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. PR വർക്കുകളുടെ മാത്രം ഗണത്തിൽ കേരളം ആരോഗ്യമേഖലയിൽ നമ്പർ 1 എന്ന് പറയുന്ന അധികാര സമൂഹം. എന്നാൽ ഈ PR വർക്ക് നടത്തുന്നതിന് കേരളം നമ്പർ 1 ആണ് ആരോഗ്യമേഖലയിൽ എന്ന് പറയാൻ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്ന, ഇതിന് പുറകിൽ ജോലി ചെയ്യുന്ന, ജീവിച്ചിരിക്കുന്നവരായിട്ടുള്ള ഓരോ ജീവനക്കാരെയും ഒരു രീതിയിലും അംഗീകരിക്കാതെ പോകുന്ന ഒരു സാഹചര്യം. അവർക്ക് ലഭിക്കേണ്ട മാന്യമായിട്ടുള്ള വേതനം ഉൾപ്പെടെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ എവിടെയാണ് ആരോഗ്യമേഖലയിൽ 1-ാം സ്ഥാനത്ത് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? ഇവരെല്ലാവരും മാലാഖപ്പട്ടത്തിന് വേണ്ടിയിട്ടാണോ ജോലിക്കിറങ്ങുന്നത്? അവരുടെ കുടുംബം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിറങ്ങി, അതുമല്ലെങ്കിൽ മറ്റേത് കോഴ്സാണെന്നുണ്ടെങ്കിലും പഠിച്ചിറങ്ങി ഒരു മേഖലയിൽ ജോലിക്കിറങ്ങുമ്പോൾ അവർക്ക് കിട്ടേണ്ട മിനിമം വേതനം ഉറപ്പുവരുത്തുക എന്ന സർക്കാരിൻ്റെ അല്ലെങ്കിൽ അധികാര സമൂഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് ഇവിടെ പാലിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ആരോഗ്യമേഖലയെ വാനോളം പുകഴ്ത്തുന്ന നമ്മുടെ പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെ സർക്കാരിന് വേണ്ടി പുകഴ്ത്തപ്പെടുമ്പോൾ അത് യാഥാർത്ഥ്യമാണോ എന്നുകൂടെ ആലോചിക്കാൻ, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യത്തിൽ എത്തുന്നുണ്ടോ എന്നും കൂടെ മനസ്സിലാക്കാൻ, പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ ഇതേ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും തയ്യാറാവണ്ടേ? ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഏതെല്ലാം രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് എവിടെയും ഒരു പഠന വിഷയമായി വന്നിട്ടില്ല. ഒരു സർക്കാരിന് മുമ്പിൽ ഒരു മിനിമം വേതനം 3 വർഷവും, മിനിമം കാലാവധി 3 വർഷവും, മാക്സിമം കാലാവധി 5 വർഷവും ഇരിക്കെ അതുപോലും അടുത്ത ശമ്പള പരിഷ്കരണമായി ഇറക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 4 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ആ മേഖലയിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല എന്നുള്ളത്. ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും, ഏതൊരു ജീവനക്കാരനും അവരുടെ ജീവിത കാലയളവിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ആരോഗ്യത്തോടുകൂടി ജോലി ചെയ്യാൻ കഴിയുന്ന കാലാവധി എന്ന് പറയുന്നത് 10 മുതൽ 15 വർഷക്കാലം മാത്രമാണ്. ഇതിനിടയിൽ അവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവരുടെ ഭാവി ജീവിതത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ടും ആ കഷ്ടപ്പാടുകളെ വകവെക്കാതെ അവർ അവരുടെ ജോലിയിൽ കൃത്യമായി പ്രവർത്തന സജ്ജരാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആ ജോലിയോടുള്ള ആത്മാർത്ഥത തന്നെയാണ്. പക്ഷെ അതിനെ അംഗീകരിച്ചു കൊടുക്കണമെങ്കിൽ അതിന് മാലാഖപ്പട്ടം പോരാ. അതിനവർക്ക് ലഭിക്കേണ്ട മാന്യമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കുക എന്നുള്ള കാഴ്ചപ്പാട് കൂടി ഉണ്ടാകും. സർക്കാർ മുൻകൈ എടുക്കേണ്ടതാണ്. സർക്കാരാണ് ഏതൊരു മേഖലയെയും സംരക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ളതും അവിടെ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും സംരക്ഷണത്തിന് ഉത്തരവാദികൾ. സർക്കാരിൻ്റെ ഉപവകുപ്പുകളുണ്ട്, പല വകുപ്പുകളുടെ കീഴിലുള്ള പ്രവർത്തിക്കുന്ന ഭരണ സംവിധാനങ്ങളുണ്ട്. ഇവരാരും ഒരു മേഖലയെയും, അല്ലെങ്കിൽ ഈ ആരോഗ്യ മേഖലയിലെ ഒരു വിഭാഗത്തെയും കാണാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. 2011 സംഘടന തുടങ്ങുന്നതിന് മുമ്പ് കൊടിയ ചൂഷണങ്ങൾ നേരിട്ടിരുന്ന ഈ മേഖല ഒരു പരിധിവരെ ഈ മേഖലയിൽ ചൂഷണങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഇന്നും അതുപോലെയുള്ള ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ആശുപത്രികളിലും. അതിൽ യാതൊരു തർക്കവുമില്ല. മാന്യമായി ലഭിക്കേണ്ട വേതനം, അതുകൂടാതെ അവർക്ക് ലഭിക്കേണ്ട അവധികൾ, പബ്ലിക് ഹോളിഡേകൾ, അവരുടെ ആരോഗ്യം എന്ന് പറയുന്നത് ജോലി ചെയ്ത്
എത്ര നാൾ തുടർച്ചയായി ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും? ശരീരം റെസ്റ്റ് ചെയ്യാതെ, ശരീരത്തിന് വിശ്രമം കൊടുക്കാതെ ഒരു വ്യക്തിക്കും പൂർണ്ണമായും ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു കാലയളവ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആരോഗ്യം റെസ്റ്റ് ചെയ്യുന്നതിന്, അവരുടെ ആരോഗ്യം വിശ്രമത്തിന്, അവരുടെ ശരീരം വിശ്രമത്തിന് വേണ്ടി ഒരു അവധി കൊടുക്കാൻ പോലും തയ്യാറാവാത്ത രീതിയിൽ, അതായത് നിയമത്തിലിരിക്കുന്ന നിയമസാധുതയുള്ള അവധികൾ പോലും നിഷേധിക്കപ്പെടുന്നു. ഗർഭിണികളായിട്ടുള്ളവർക്ക് കിട്ടേണ്ട മെറ്റേണിറ്റി ലീവുകൾ നിഷേധിക്കപ്പെടുന്നു. ഇതെല്ലാം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംവിധാനത്തിനകത്ത് നിയമമുള്ളതാണ്. എങ്കിലും നമ്മുടെ മാനേജ്മെൻറ്റുകൾ, നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ അത് നൽകാൻ തയ്യാറാവില്ല. ഒരാൾക്കൊരു അസുഖം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ, നിങ്ങൾ എന്തിനാണ് വീട്ടിലിരിക്കുന്നത്, നിങ്ങൾ പറ്റുന്ന ജോലിയെടുത്ത് ഇവിടെ നിന്നോളൂ എന്നുള്ള രീതിയിൽ മാനേജ്മെൻറ്റുകൾ പറയുന്ന സാഹചര്യം. ഒരാൾക്ക് ഒരു പരിധിക്കപ്പുറത്ത് എത്രത്തോളം അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ശാരീരികമായും മാനസികമായും ഇതുപോലെ ചൂഷണം ചെയ്യുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തി വച്ചിരിക്കുന്ന ആരോഗ്യമേഖല, അതിനെ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ഇൻസ്പെക്ഷൻ നടത്തി ചോദ്യം ചെയ്യാൻ അധികാര സമൂഹം തയ്യാറാവാതെ പോകുമ്പോൾ ഒരു സംശയം വേണ്ട, വീണ്ടും 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 ഈ മേഖലയെ ചൂഷണത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അവരെ കുറ്റപ്പെടുത്താൻ മാത്രം നിൽക്കുന്ന മാനേജ്മെൻറ്റുകളും അവർക്ക് തണലേകുന്ന സർക്കാരും എത്ര കാലം ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകും? ഒരു സർക്കാർ എപ്പോൾ വേണമെങ്കിലും മറിയാവുന്ന രീതിയിൽ ജനങ്ങളുടെ വിരൽത്തുമ്പിൽ, വോട്ടവകാശം എന്ന് പറയുന്ന ദിവസം വരെ ജനങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തുമ്പോൾ അത് മറിച്ചിടാൻ കഴിയുന്ന ഒരു സമൂഹം തന്നെയാണ് ഇന്നത്തെ ആരോഗ്യമേഖല. കേരളത്തിൽ ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന, അല്ലെങ്കിൽ 4 ലക്ഷത്തോളം വരുന്ന നേഴ്സിംഗ് സമൂഹം കേരളത്തിലെ നേഴ്സിംഗ് കൗൺസിലിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരാണ്. ലോകമെമ്പാടും ഉൾപ്പെടെ ഏകദേശം 30 ലക്ഷത്തിനടുത്ത് വരുന്ന നേഴ്സുമാരും കുടുംബങ്ങളുണ്ട്. നേഴ്സുമാർ മാത്രമായിട്ട് 30 ലക്ഷത്തിനടുത്ത് വരുന്നത്. അതിലൊരു 5 ലക്ഷം പേരെ നമ്മൾ മാറ്റി നിർത്തിയാലും ഏകദേശം 25 ലക്ഷം വരുന്ന നേഴ്സിംഗ് സമൂഹം നേഴ്സുമാരുണ്ട്. ഇവരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ, ഇവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ വന്നാൽ 1 കോടി ജനങ്ങൾ ഈ കേരളത്തിലെ അധികാര സമൂഹത്തിന് മാറ്റിമറിക്കാൻ കഴിയുന്ന വോട്ടവകാശമുള്ള ജനങ്ങൾ തന്നെയാണ്. ഒരു സംശയം വേണ്ട. വിരൽത്തുമ്പിൽ മഷിപ്പുരട്ടുന്നതിന് മുമ്പ് ഒന്നിരുന്ന് ആലോചിച്ചാൽ തീരാവുന്നതേയുള്ളൂ അധികാര സമൂഹത്തിൻ്റെ അഹന്ത എന്ന് പറയുന്നത്. ഞങ്ങളെ അവഗണിക്കപ്പെടുമ്പോൾ, ഈ സമൂഹത്തെ അവഗണിക്കപ്പെടുമ്പോൾ 2 വട്ടം ആലോചിക്കുക. ഈ സമൂഹത്തിന് അർഹമായത് ലഭിക്കാൻ, അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ എന്ത് നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുള്ളത്. തല ഉയർത്തിപ്പിടിച്ച് ഈ നാട്ടിൽ ജനിച്ച മണ്ണിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ ഒരു ശതകോടീശ്വരനായി എവിടെയും ഒരാളുടെ മുമ്പിലും ഞാനൊരു കോടീശ്വരനാണ് എന്ന് പറഞ്ഞ് വിലപേശുന്നതിന് വേണ്ടിയല്ല. ഒരു കുടുംബത്തെ സംരക്ഷിച്ച് സാധാരണക്കാരനായി തല ഉയർത്തിപ്പിടിച്ച് പഠിച്ച ജോലിയിൽ നിന്ന്, പഠിച്ച വിദ്യാഭ്യാസത്തിൽ നിന്ന് സ്വന്തം നാട്ടിൽ ജീവിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള അവകാശമാണ് ചോദിക്കുന്നത്. ന്യായമായ അവകാശം. അത് സംരക്ഷിക്കപ്പെടാൻ, തെരുവിലിറങ്ങാൻ ഈ സമൂഹം സജ്ജരാണെങ്കിൽ അത് നേടിയെടുക്കാൻ, അത് നേടിയ സമൂഹത്തിന് നൽകാൻ ഈ പ്രസ്ഥാനവും സജ്ജമാണ്. ശക്തമായ പോരാട്ടങ്ങൾ ഈ മേഖലയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഈ പ്രസ്ഥാനം മുന്നോട്ട് വച്ചിരിക്കും.